അപ്പൊ ഇന്നത്തെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, അതും പോർക്കും മുട്ടയിട്ടൊരു ദോശ. ഫുൾ വീഡിയോ നോക്കിയാലോ? ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ടാക്കല്ലേ നമ്മുടെ ദോശ. അതിന് അരി 2 കപ്പ്, ഉഴുന്ന് 1 കപ്പ്, ഉലുവ 1 ടേബിൾ സ്പൂൺ. അത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരു 2 വട്ടം വാഷ് ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് പുതിയതായിട്ടുള്ള വെള്ളം ഒഴിച്ച് അത് അവിടെ ഒരു 7-8 മണിക്കൂർ സോക്ക് ചെയ്യട്ടെ നമുക്ക്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ആ വെള്ളത്തിൽ നിന്ന് മാറ്റി നേരെ ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ടേക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് 1 കപ്പ് ചോറ് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അങ്ങനെ ആട്ടിച്ച് പേസ്റ്റ് ആക്കിയത്. ഒന്നും നോക്കേണ്ട കാര്യം, അടിച്ച് പേസ്റ്റ് ആക്കിക്കും. അത് കഴിഞ്ഞാൽ ഒരു ബോളിലേക്കാണ്ട് ഒഴിക്കാം. അത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പിടാം. അത് കഴിഞ്ഞാൽ നന്നായിട്ട് കൈ വെച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തേക്കാം. എല്ലായിടത്തേക്കും വന്നാണ്ട് ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് നമ്മൾക്ക് ആ ബാറ്റർ ഒരു അത്യാവശ്യം ചൂടുള്ള പ്ലേസ് വെച്ച് അതങ്ങോട്ട് പൊളിപ്പിക്കാം. അപ്പോൾ ഓവറായിട്ട് പൊളിപ്പിച്ച് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കിട്ടും. അത് കഴിഞ്ഞാൽ ഒരു കല്ല് ചൂടാക്കാം. പിന്നെ ഈ പോർക്കിൻ്റെ ഉണ്ടാക്കേണ്ട റെസിപ്പി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അത് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒട്ടയ്ക്കാം. ഇതേപോലെ അങ്ങോട്ട് ഒട്ടയ്ക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒട്ടഞ്ഞ് ഒന്നുകൂടി അങ്ങോട്ട് ഡ്രൈയും ഫ്രൈയും ആവട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ദോശ ഉണ്ടാക്കണ പോലെ അങ്ങോട്ട് ദോശ അങ്ങോട്ട് ചിറ്റി നല്ല നൈസായിട്ട് ക്രിസ്പായിട്ട് അങ്ങോട്ട് ചിറ്റിച്ചിട്ട് എടുക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ആ ദോശയുടെ മുകളിലേക്ക് നമ്മൾ ഓയിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവൻ അവിടെ കിടന്ന് അങ്ങോട്ട് മൊരിയാനായിട്ട് അങ്ങോട്ട് തുടങ്ങും. അത് കഴിഞ്ഞാൽ സ്പാച്ചുല വെച്ച് ഒന്ന് അതിൻ്റെ എക്സ്ട്രാ ഉള്ള ആ ദോശയുടെ മാവുണ്ടല്ലോ അതൊന്നും അങ്ങോട്ട് പരത്തി കൊടുക്കാം. ചെറുതായിട്ട് കളറായി വരുമ്പോഴേക്കും സൈഡിൽ നിന്ന് അങ്ങോട്ട് പിടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ ദോശ അങ്ങോട്ട് പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ പോർക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ മൊത്തം സൈഡിലേക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പോർക്ക് അങ്ങോട്ട് ഇട്ടോളാം. ഒന്നും കുറയ്ക്കാൻ നിൽക്കണ്ട, കാരണം അവൻ കിടിലൻ ടേസ്റ്റ് അല്ലേ. അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു മുട്ട അങ്ങോട്ട് കൊത്തി ഒഴിച്ചേക്കാം. നമ്മുടെ സണ്ണി സൈഡപ്പേ പൊട്ടിക്കരുതിട്ട് ഉണ്ണി. ഇപ്പോഴാണ് ആ ബാക്കിയൊക്കെ വെന്ത് ആ ഉണ്ണി അങ്ങോട്ട് പൊട്ടിച്ച് ആ പോർക്കിൻ്റെ കൂടെ കൂടുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയതിന്. അവിടെ കിടന്ന് നോക്കി നന്നായിട്ട് മൊരിഞ്ഞ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ സാധനം ഒരു പ്ലേറ്റിലേക്കാണ് എടുത്ത് മാറ്റാം. ദോശ കഴിച്ചോക്കല്ലേ, ക്രിസ്പിയാണ്. ആ പോർക്കും മുട്ടയൊക്കെ ഇടുമ്പോണ്ടല്ലോ ഇടൂല. അപ്പൊ ഇങ്ങനെ ആസ്വദിച്ച് നോണ്ടിരിക്കാം. അപ്പൊ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ. മക്കളെ ബൈ.